ജീവിതത്തിൽ മുന്നേറണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ടാവും. ശരിക്കും എഴുതി വെച്ചിരിക്കുന്ന ലക്ഷ്യങ്ങളുള്ള ആൾക്കാർ 3% താഴെയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത് അതിനെ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കണം. മുമ്പോട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത് എന്നുള്ള നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ലക്ഷ്യങ്ങളില്ലെങ്കിൽ നമ്മുടെ മൈൻഡിനെ എവിടെ ഫോക്കസ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ലക്ഷ്യങ്ങൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനസ്സ് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാനും അതനുസരിച്ച് പ്ലാൻ ചെയ്യാനുള്ളൊരു ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്താണോ നമുക്ക് വേണ്ടത്, ആ ലക്ഷ്യം എന്താണ്, നമ്മുടെ ബിസിനസ് ലൈഫിൽ എന്ത് സംഭവിക്കണം, അടുത്ത 1 വർഷത്തിനുള്ളിൽ ബിസിനസ് ലൈഫിൽ എന്ത് സംഭവിക്കണം, 6 മാസത്തിനുള്ളിൽ എന്ത് സംഭവിക്കണം, 3 മാസത്തിനുള്ളിൽ എന്ത് സംഭവിക്കണം, നമ്മുടെ പണവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ കടബാധ്യതകൾ എപ്പോൾ മാറണം, അതുമായിട്ടൊരു ലക്ഷ്യം വേണം. നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മുടെ കസ്റ്റമേഴ്സുമായിട്ടുള്ള നമ്മുടെ ഫാമിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ലക്ഷ്യം, ആ റിലേഷൻഷിപ്പിലെ ലക്ഷ്യം, അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ലക്ഷ്യം, എത്രമാത്രം പോസിറ്റീവായിട്ടുള്ള ആളുകൾ നമ്മളിലേക്ക് വരണം, ആരെയാണ് നമുക്ക് കാണേണ്ടത്, നിങ്ങൾക്ക് ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് പോകണം, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എവിടെ എത്തിച്ചേരണം, ഇതിനൊക്കെ സമയം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ലക്ഷ്യം നിർണ്ണയിക്കാനായിട്ട് സാധിക്കും. ഈ ലക്ഷ്യം നിർണ്ണയിക്കുന്ന കാര്യങ്ങളെ നമ്മുടെ മനസ്സിലേക്ക്, ഉപബോധ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരിക. തുടർച്ചയായിട്ട് ആ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ആ കാര്യം നടക്കുന്നതിനുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ തെളിയും. പലപ്പോഴും ലക്ഷ്യം ആൾക്കാർ നിശ്ചയിക്കാത്തത്, അല്ലെ ലക്ഷ്യം ഗോൾ സെറ്റ് ചെയ്യാത്തതിന് കാരണം ഇപ്പോഴത്തെ സാഹചര്യം അവർക്കറിയാം, എന്നെക്കൊണ്ട് അധികം ഒന്നും നേടാൻ സാധിക്കുന്നില്ല എന്നൊരു നെഗറ്റീവ് വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അത് നമ്മുടെ ട്രെയിനിങ്ങിലേക്ക്, ഒരു ദിവസം ട്രെയിനിങ്ങിലേക്ക് വന്നു അത് മാറ്റിയെടുക്കാനും എങ്ങോട്ടാണ് അവർക്ക് പോകേണ്ടതെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ള ലക്ഷ്യം നിശ്ചയിക്കാനും സാധിക്കും.